ഹലോ, നമ്മൾ തട്ടം ചുറ്റിയിട്ടിട്ട് നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ളൊരു ലുക്ക് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 3 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മളെ മുടി അത്യാവശ്യം നല്ല രീതിയിൽ വാർന്നിട്ട് അത്യാവശ്യം ബാക്കിലേക്ക് നല്ലോണം കെട്ടി വെക്കുക. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ഫ്ലോറൽ ഹെയർ ക്രാബ് എടുത്തിട്ട് മുടിയിട്ട് നമ്മൾ കെട്ടി വെച്ചതിൻ്റെ മേലെയായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യുക. മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം സ്ക്രഞ്ചിയാണ്. ഒരു സ്ക്രഞ്ചി വാങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ക്രാബിൻ്റെ മേലെയായിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്ത് വെക്കുക. ഇത് മൂന്നും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹിജാബ് ഇട്ട് അല്ലെങ്കിൽ ഷോൾ റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഗെറ്റ് എൻ എക്സ്ട്രാ ക്ലാസി ലുക്ക്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ലുക്ക് തന്നെ കിട്ടും. വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ്. നമ്മൾ ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ളൊരു ലുക്ക് കിട്ടാൻ, നല്ല ഭംഗിയുള്ളൊരു ലുക്ക് കിട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ അതിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് 3 സ്റ്റെപ്പാണ്. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു ഹിജാബ് ലുക്ക് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ ഇതുവരെ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എഫക്റ്റ് കുറച്ച് മാറും, കുറച്ചും കൂടി ലുക്ക് അടിപൊളിയാവുന്നതായിട്ടും നിങ്ങളുടെ ഫേസിൻ്റെ അവിടെ തന്നെ ഷേപ്പൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ഷോളർ റോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഒരു കുറച്ച് വെറ്റായിട്ട് അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ സ്കാൽപ്പിനോട് ഇങ്ങനെ കുറച്ചിങ്ങനെ ഫിക്സ് ചെയ്ത് കോമ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് ചീകി വെച്ചതിന് ശേഷം ഇതുപോലുള്ളൊരു ക്രാബ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെയർ കെട്ടുക. അപ്പോൾ ഇങ്ങനെ കെട്ടുന്ന സമയത്ത് നമ്മൾ പ്ലെയിൻ ക്രാബ് യൂസ് ചെയ്യാതെ ഇതുപോലത്തെ ഫ്ലോറൽ ക്രാബ്സ് യൂസ് ചെയ്യുക. ഫ്ലോറൽ ക്രാബ്സിന് ഒരുപാട് വോള്യം ഉള്ളത് യൂസ് ചെയ്യരുത്, ഒരു മീഡിയം സൈസുള്ള ഫ്ലോറൽ ക്രാബ് യൂസ് ചെയ്യുക. അതിൻ്റെ ശേഷം മൂന്നാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു സ്ക്രഞ്ചീസാണ്. സ്ക്രഞ്ചീസ് നമുക്കിപ്പോൾ സാധാരണ ഫാൻസിയിലൊക്കെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ ലിങ്ക് താഴെ കൊടുക്കാം ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ. അപ്പം ഓൺലൈനിലുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ഇത്തിരി വില കൂടുതലാണ്. നമുക്ക് ഫാൻസിയിലൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു സൈസിലുള്ള സ്ക്രഞ്ചിയാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ചെറിയ സ്ക്രഞ്ചി എടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്രാബ് എപ്പോഴും ഈ ഒരു സൈസാണ് നല്ലത്. ഒരുപാട് വലിയ ക്രാബ് എടുത്താൽ നമുക്കത് ഹെയറിൽ ഡീറ്റെയിൽ ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്രാബിൻ്റെയും സ്ക്രഞ്ചിൻ്റെയും സൈസ് ഇതാണ്, നോക്കിയിട്ട് ചെയ്യാം. ഹെയറിലേക്ക് നമ്മൾ എന്ത് മെറ്റീരിയൽസ്, എന്ത് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്ന സമയത്തും എപ്പോഴും നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അത് തീരെ ലാസ്റ്റിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, അത് അണ്ടർ ക്യാപ്പ് ആയാലും എന്തായാലും. സോ ഇങ്ങനെ നിങ്ങൾ ഹെയർ ടൈ ചെയ്തിട്ട് ഇവിടെ ഒരു വോളിയം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു ഷോള് റോൾ ചെയ്ത് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ്, എത്രമാത്രം നീറ്റായിട്ടുള്ളൊരു ലുക്ക് നമുക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് നമ്മളുടെ ഹെഡിൻ്റെ മേലെ കൂടെ റൗണ്ടിൽ ആണ് നമ്മളിങ്ങനെ റോൾ ചെയ്ത് വരിക. അപ്പോൾ ബാക്കിൽ ഒരു ഏരിയയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതൊരു കറക്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും. സോ അങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മളുടെ ലുക്ക് ഒന്നും കൂടി ഭംഗിയുണ്ടാവുക. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹിജാബിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസൊക്കെ കാണാനും പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റ്സൊക്കെ അറിയാനും നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.